കൊല്ലത്തെ ഒരു ചെറിയ വീട്. ആ വീട്ടിലെ ഒരു മുറിയിൽ ഇപ്പോഴും ഒരു 9ാം ക്ലാസ്സുകാരൻ്റെ സ്കൂൾ ബാഗും പുസ്തകങ്ങളും അങ്ങനെ തന്നെയുണ്ട്. ഇന്നലെ രാത്രി അവൻ വരച്ചിട്ട ചിത്രങ്ങൾ മേശപ്പുറത്തിരിപ്പുണ്ട്. എന്നാൽ ആ പുസ്തകങ്ങൾ ഇനി തുറക്കില്ല. ആ ബാഗും തൂക്കി നാളെ സ്കൂളിലേക്ക് പോകാൻ അവൻ ഇനി വരില്ല. സൽമാനുൽ ഫാരിസ് എന്ന പൊന്നുമോൻ വിട പറഞ്ഞത് സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മൾ കാണുന്ന വെറുമൊരു അപകട വാർത്തക്കപ്പുറം ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും തീരാത്ത വേദനയാണ്. കഴിഞ്ഞ ദിവസം പതിവ് പോലെ ആ വീട്ടിൽ നേരം പുലർന്നു. മകനെ ഒരു വലിയ നിലയിലെത്തിക്കണം എന്ന് ആഗ്രഹിച്ച ആ ഉമ്മ അവനെ ട്യൂഷൻ ക്ലാസ്സിലേക്ക് കൊണ്ടാക്കുവാൻ വേണ്ടിയാണ് രാവിലെ തന്നെ സ്കൂട്ടർ എടുത്തത്. ഉമ്മയുടെ നടുവിനോട് ചേർന്ന് നിന്ന് ആ തോളിൽ കൈവച്ചായിരുന്നു ആ പൊന്നുമോൻ്റെ യാത്ര. ഒരുപക്ഷെ ആ യാത്രയിൽ അവൻ അവൻ്റെ ഉമ്മയോട് എന്തൊക്കെയോ വിശേഷങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അങ്ങനെയെങ്കിൽ ആ വാക്കുകളായിരിക്കും ആ ഉമ്മാക്ക് ഇപ്പോൾ ഏറ്റവും വലിയ വേദന നൽകുന്നത്. തൻ്റെ പൊന്നുമോൻ അവസാനമായി തന്നോട് പറഞ്ഞ വാക്കുകൾ ആ ഉമ്മയ്ക്ക് വലിയ വേദന തന്നെയായിരിക്കും നൽകിക്കൊണ്ടിരിക്കുന്നത്. റെയിൽവേ ഗേറ്റ് അടയ്ക്കുന്നതിന് മുമ്പ് സൽമാനെ ക്ലാസ്സിലെത്തിക്കണമെന്ന വിചാരമായിരുന്നു ആ ഉമ്മാക്കുണ്ടായിരുന്നത്. പക്ഷേ ആ വിചാരം തങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുമെന്ന് ആ ഉമ്മ അറിഞ്ഞിരുന്നില്ല. ആ ഇടുങ്ങിയ റോഡിലൂടെ മുന്നിലുണ്ടായിരുന്ന ടിപ്പർ ലോറിയെ മറികടക്കാൻ ശ്രമിക്കുമ്പോൾ വിധി മറ്റൊന്നായിരുന്നു കരുതി വെച്ചത്. പെട്ടെന്ന് മുന്നിലേക്ക് വന്ന മറ്റൊരു വാഹനം കണ്ട് ബ്രേക്ക് ചെയ്തപ്പോൾ ആ ഉമ്മ വീണത് ഒരു വശത്തേക്കാണ്. പക്ഷേ അവരുടെ ജീവനായ മകൻ വീണത് ആ ഭീമാകാരനായ ലോറിയുടെ ചക്രങ്ങൾക്കിടയിലേക്കും. എല്ലാം ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് കഴിഞ്ഞുപോയി. സൈഡിൽ പരിക്കേറ്റ് കിടന്ന ആ ഉമ്മ കണ്ണു തുറന്നപ്പോൾ കണ്ടത് തനിക്ക് ജീവനേക്കാൾ പ്രിയപ്പെട്ട മകൻ ചോരയിൽ കുളിച്ച് കിടക്കുന്നതാണ്. ഒന്ന് എഴുന്നേൽക്കാൻ പോലും ആകാതെ, ആ മകനെ ഒന്ന് നെഞ്ചോട് ചേർക്കാൻ പോലും ആകാതെ ആ റോഡിലിരുന്ന് ആ ഉമ്മ അലറി വിളിച്ച നിലവിളി അത് കേട്ട കണ്ടു നിന്നവരുടെ നെഞ്ച് തകർന്നുപോയി. നാട്ടുകാർ ഓടിക്കൂടി. ചോര വാർന്നു പോകുന്ന ആ മകനെ എടുത്ത് ആശുപത്രിയിലേക്ക് ഓടാൻ ഒരു വാഹനം പോലും കിട്ടാതെ അവർ നിസ്സഹായരായി. വഴിയിൽ കണ്ട കാറുകൾക്ക് മുന്നിൽ അവർ കൈകൂപ്പി നിന്നു. ഒടുവിൽ ആംബുലൻസ് വിളിച്ചെങ്കിലും റെയിൽവേ ഗേറ്റ് അടച്ചിട്ടിരുന്നതിനാൽ ആ ജീവൻ രക്ഷിക്കാനുള്ള വണ്ടിക്ക് കൃത്യസമയത്ത് എത്തിച്ചേരാൻ കഴിഞ്ഞതുമില്ല. തൊട്ടടുത്തുള്ള മില്ലിലെ ജീവനക്കാർ വിവരമറിയിച്ചപ്പോൾ സർവ്വതും തകർന്ന് അങ്ങോട്ട് ഓടിയെത്തിയ പിതാവ് ഷാനവാസിൻ്റെ അവസ്ഥ, സ്വന്തം മകൻ്റെ ശരീരം ആ റോഡിൽ കിടക്കുന്ന കാഴ്ച കണ്ട് ആ ഉപ്പ അവിടെ തളർന്നു വീഴുകയായിരുന്നു. വഴിയിൽ കാണുന്നവരോടും ചിരിച്ചു മാത്രം സംസാരിക്കുന്ന അധ്യാപകർക്കും കൂട്ടുകാർക്കും ഒരുപോലെ പ്രിയപ്പെട്ട ആ സൽമാൻ ഇനി വെറുമൊരു ഓർമ്മ മാത്രമാണ്. റോഡുകളുടെ വീതിക്കുറവും നമ്മുടെ ചെറിയ ധൃതികളും ഒടുക്കിക്കളയുന്നത് ഇതുപോലെയുള്ള എത്രയോ കുഞ്ഞുങ്ങളുടെ ജീവനാണ്. ആ ഉമ്മയുടെയും ഉപ്പയുടെയും കണ്ണീർ ഉണങ്ങാൻ ഇനി കാലങ്ങൾ വേണ്ടിവരും. ഇനിയൊരു കുടുംബത്തിനും ഈ ഗതി വരാതിരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കാം.